ഹലോ, ഓരോൺ ഗാർഡൻസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും നമ്മൾ പുതിയൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ സെയിൽ വീഡിയോയിൽ നമ്മൾ കുറച്ച് കോമൺ പ്ലാന്റ്സും അതുപോലെ തന്നെ റേറ്റ് കുറവുള്ള കുറച്ച് പ്ലാന്റ്സൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പ്ലാന്റ്സ് അയച്ചു കൊടുക്കുന്നത് DTDC കൊറിയർ വഴിയാണ്. ഇതുപോലെയുള്ള പ്ലാൻ റിലേറ്റഡ് വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഏതൊക്കെ പ്ലാന്റ്സ് ആണുള്ളതെന്ന് നമുക്ക് നോക്കാം. ഇത് ഹെലിക്കോണിയ പ്ലാന്റ് ആണ്. ഇപ്പോൾ ഗാർഡൻ സെറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് പ്ലാന്റാണിത്. ഈ കലാത്തിയ, ലൂട്ടിയും ഹെലിക്കോണിയൊക്കെയാണ് ഇപ്പോൾ ഗാർഡനിങ് സെറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യണ പ്ലാന്റ് എന്ന് പറയുന്നത്. ഈ മധുരൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. നല്ല കുറച്ചിങ്ങനെ ഹൈറ്റ് വെച്ച് ഉണ്ടാവും. ഇതിൻ്റെ പൂവെന്ന് പറയുന്നത് റെഡും യെല്ലോ കളറിലാണ് ഇതിൻ്റെ പൂവ് വരുന്നത്. ഇതിൻ്റെ പൂവ് തന്നെ പല കളറിലും ഉണ്ട്. ഇപ്പം നമ്മുടെ കയ്യിൽ ഈ റെഡും യെല്ലോയും ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ പ്ലാന്റിൻ്റെ ചെറിയ തൈ നമുക്ക് അവൈലബിൾ ആണ്. ഇത്രയും വലുതൊന്നും നമുക്ക് കൊറിയർ അയക്കാൻ പറ്റില്ല, അതുകൊണ്ട് ചെറിയ പ്ലാന്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 80 രൂപയാണ്, 80 റുപ്പീസ്. മജന്ത കളർ ആമ്പലിൻ്റെ തൈ നമുക്കിപ്പോൾ സെയിലിനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തൈയിന് 50 രൂപയാണ് ചാർജ് ചെയ്യുന്നത്, 50 റുപ്പീസ്. അപ്പോൾ ഇതാ ഇത്ര പോകുന്ന തൈ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ വേണ്ടവർ മെസ്സേജ് ചെയ്യാം. ഇത് റിയോ പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ തൈ നമുക്ക് സെയിലിനായിട്ടുണ്ട്. ഇത് റിയോ പ്ലാന്റിൻ്റെ തൈയാണ്. അപ്പോൾ നമുക്കിത് സെയിലിനായിട്ടുണ്ട്. ഇത് പച്ചയും ബാക്കിൽ ഒരു വയലറ്റ് കളറും വരുന്ന ടൈപ്പ് പ്ലാന്റാണ്. കോമൺ ആയിട്ട് കാണുന്നത് തന്നെയാണ്. അപ്പോൾ ഇത് കൊടുക്കുന്നത് 5 രൂപയ്ക്കാണ്, 5 റുപ്പീസിനാണ് ഇത് കൊടുക്കുന്നത്. ഈ കാണുന്നത് നമുക്ക് ബോർഡറൊക്കെ വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇത് നമ്മുടെ ഗാർഡനിലുള്ളതാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്യാറായിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഇത് നമുക്ക് ഇങ്ങനെ ബോർഡറായിട്ടും വെക്കാം, ചട്ടിയിൽ ഇങ്ങനെ വെട്ടി നിർത്തുകയും ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് നമ്മൾ 5 റുപ്പീസിനാണ് കൊടുക്കുന്നത്, 5 രൂപയ്ക്ക്. അടുത്ത പ്ലാന്റ് ഈ ഫിലോഡെൻഡ്രോൺ വെറൈറ്റിയിൽ വരുന്നതാണ്. ഫിലോഡെൻഡ്രോൺ ലെമൺ ആണ്. അപ്പോൾ ഇതിൻ്റെ ലീഫൊക്കെ കണ്ടോ, നല്ല ലെമൺ കളറാണ്. ഇതിൻ്റെ തണ്ടിൽ ഇതുപോലെ ഓറഞ്ച് കളർ ഇങ്ങനെ വരും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചട്ടിയിൽ ബുഷിയായിട്ട് വളർത്താം, അല്ലെങ്കിൽ ക്രീപ്പറായിട്ടും വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് നമ്മൾ 60 റുപ്പീസിനാണ് കൊടുക്കുന്നത്, 60 രൂപയ്ക്ക്. അടുത്ത പ്ലാന്റ് ഫിലോഡെൻഡ്രോൺ വെറൈറ്റിയിൽ വരുന്നത് തന്നെയാണ്. ഫിലോഡെൻഡ്രോൺ സെനഡു ആണിത്. അപ്പോൾ ഇതാ നല്ലൊരു ബുഷി പോട്ടാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 80 രൂപയാണ്, 80 റുപ്പീസ്. ഇത് നമുക്കിങ്ങനെ വൈറ്റ് പോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടായിരിക്കും. ഇത് പോത്തോസ് വെറൈറ്റിയിൽ വരുന്ന നിയോൺ പോത്തോസ് ആണ്. ഹാങ്ങിങ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണിത്. അപ്പോൾ ഇതിൻ്റെ ബുഷി പോട്ടിന് നമ്മൾ 100 രൂപയാണ് ചാർജ് ചെയ്യുന്നത്, ചെറിയ പ്ലാന്റിന് 40 രൂപ. ഈ കാണുന്ന വെരിഗേറ്റഡ് ഡിസ്റ്റീരിയ പ്ലാന്റിൻ്റെ ചെറിയ പ്ലാന്റ് നമുക്ക് സെയിലിനായിട്ടുണ്ട്. ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്, 30 രൂപയാണ്. അപ്പോൾ ഇത് 3-4 കട്ടിങ് വെച്ച് നമ്മൾ വളർത്തിയെടുത്തതാണ്. അപ്പോൾ ഇത് ഈ ഒരു ഗ്ലാസ്സിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും അയക്കുന്നുണ്ടാവുക. നിങ്ങൾക്കിത് പോട്ട് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. സിൽവർ പോത്തോസിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റ് നമുക്ക് സെയിലിനുണ്ട്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 40 റുപ്പീസ്, 40 രൂപയാണ്. അടുത്തതായിട്ട് ജെയ്ഡാണ്. അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് 30 രൂപയാണ്. ഹാങ്ങിങ് ആയി സെറ്റ് ചെയ്തിട്ടുള്ള എൻജോയ് പോത്തോസ് ആണിത്. അപ്പോൾ ഇതിൻ്റെ ചെറിയ തൈ നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 40 രൂപയാണ്. അടുത്ത പ്ലാന്റ് വരുന്നത് മഞ്ജുള പോത്തോസ് ആണ്. അപ്പോൾ അതിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റാണ് ഇപ്പോൾ സെയിലിനുള്ളത്, സിംഗിൾ പീസാണിത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 60 റുപ്പീസ്, 60 രൂപയാണ്. പ്ലാന്റ് സെയിലിനായിട്ടുള്ളത് ഈ കാണുന്ന ഡ്രസ്സീനയാണ്. അപ്പോൾ അതിൻ്റെ ലീഫ് ഇതുപോലെ റെഡ് കളർ വരുന്ന ഡ്രസ്സീനയാണിത്. അപ്പോൾ നല്ല വെയിലത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല റെഡ് കളർ കയറി വരും. അപ്പോൾ അതിൻ്റെ തൈ നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട്. ഇത് സിംഗിൾ പീസാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 60 രൂപയാണ്. അത്യാവശ്യം നല്ലൊരു ഹെൽത്തി പ്ലാന്റാണ് കേട്ടോ സെയിലിനുള്ളത്. അടുത്തത് കലേഡിയം വെറൈറ്റിയാണ്. ഈ കാണുന്ന നല്ല ഭംഗിയുള്ള റെഡ് ലീഫ് വരുന്ന ഈ കലേഡിയം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റാണ് ഇപ്പോൾ നമുക്ക് സെയിലിനായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 60 റുപ്പീസ്, 60 രൂപയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഈ സൈസുള്ള പ്ലാന്റ്സൊക്കെയാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്. അടുത്തതായിട്ട് നമുക്ക് അഡീനിയത്തിൻ്റെ സെയിലാണുള്ളത്.
അപ്പോൾ ഇതാ ഈ കാണുന്ന ഫ്ലവർ വരുന്ന ചെടിയുടെ തൈയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റും ഈ ഒരു സൈസുള്ള പ്ലാന്റുമാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 50 രൂപയാണ്. അപ്പോൾ ഇത് എല്ലാവരുടെയും കോമൺ ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണിത്. നമ്മുടെ ഗാർഡനിൽ നമ്മൾ ഒരു ഉണങ്ങിയ മരത്തടി വെച്ച് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു ടൈപ്പ് ഓഫ് ഫേൺ വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ക്രിപ്താന്തസിൻ്റെ ഈ ഒരു വെറൈറ്റി വെച്ചിട്ടുണ്ട്, ബ്രൊമിലിയാഡ് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ഈ കാണുന്ന ക്രിപ്താന്തസിൻ്റെ തൈകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട്. ഈ കാണുന്ന നല്ല ബ്രൗണിൽ വൈറ്റ് ലൈൻസ് വരുന്ന ക്രിപ്താന്തസിൻ്റെ തൈകളാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 100 രൂപയാണ്. 100 റുപ്പീസാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതുപോലെ ഈ ഒരു ഐഡിയയിൽ നിങ്ങളുടെ ഗാർഡനിലും ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ടൈപ്പ് നമ്മളിങ്ങനെ നമ്മുടെ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. ഈ കാണുന്നത് നമ്മുടെ ഗാർഡനിൽ 20 വർഷം മുന്നേ വെച്ചിട്ടുള്ളൊരു കാക്ടസ് ആണിത്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സ് നമ്മൾ സെയിലിനായിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനെ അമ്മ ചട്ടുകക്കള്ളി എന്നൊക്കെ പറയും. ഇതിലിങ്ങനെ കണ്ടോ ഒരു പൂവൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സ് നമ്മൾ 10 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ ഒരു കട്ടിങ് വെച്ചാൽ തന്നെ വേര് പിടിച്ചോളും. ഇൻഡോറൊക്കെ ആയിട്ട് വെക്കാം. കാക്ടസ് ആയതുകൊണ്ട് അത്രയ്ക്ക് മെയിൻ്റനൻസ് ഒന്നും ആവശ്യമുണ്ടായിരിക്കില്ല. ഇങ്ങനെ അതിൻ്റെ ഒരു ലീഫ് വെച്ചാൽ മതി, ഇങ്ങനെ വേര് പിടിച്ചോളും. അപ്പോൾ ഇത് അത്രയ്ക്ക് വലുതാവുമൊന്നുമില്ല ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ. ചട്ടിയിൽ നമുക്ക് ചെറുതായിട്ട് വളർത്താവുന്നതാണ്. ഇത് പെൻഡാന്തസ് വെറൈറ്റിയിൽ വരുന്നതാണ്, വൈറ്റും ഗ്രീനും ലീഫായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈസ് തൈന് നമുക്ക് 20 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അടുത്ത പ്ലാന്റ് ഈ കാണുന്ന അഗ്ലോണിമയാണ്. ഈ ഒരു സൈസ് പ്ലാന്റ് നമ്മൾ 40 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ട്.